ഈ ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളാണ്, അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി. ഇന്നലെ പോലും നമ്മൾ ഈ ഒരു കുടുംബത്തിൽ കയറി ഭാര്യയെ അതിക്രൂരമായി വെട്ടി കൊല്ലുകയും ഭാര്യ പിതാവിനെയും മാതാവിനെയും ഒക്കെ ക്രൂരമായി യുവാവ് പരിക്കേൽപ്പിക്കുകയും ഒക്കെ ചെയ്തത് ലഹരിക്കടിമയായ യുവാവാണ്. അത് നാട്ടുകാർ പോലും പറയുന്നുണ്ട്. അങ്ങനെ ലഹരി ഇവിടെ കൊലപാതകങ്ങൾ സൃഷ്ടിക്കുന്നു. കൊലപാതക കാരണങ്ങളിൽ ലഹരി വലിയ പങ്ക് വഹിക്കുന്ന സമയത്തൊക്കെ മറ്റ് വാർത്തകൾ കൂടി വരുന്നത് മലപ്പുറത്ത് നിന്നാണ്. മയക്കുമരുന്ന് ലഹരിയിൽ യുവാവ് പോലീസ് ജീപ്പിന്റെ ചില്ല് തകർത്തു എന്നുള്ളതാണ്. കത്തി കാണിച്ച് ആളുകളെ ഭയപ്പെടുത്തുകയായിരുന്നു. അരീക്കോട് സ്വദേശി നിയാസിനെ അറസ്റ്റ് ചെയ്തപ്പോഴാണ് ആക്രമണം. പോലീസ് ജീപ്പിന് മുകളിൽ കയറി ചില്ല് ചവിട്ടി തകർക്കുകയായിരുന്നു ഇയാൾ. ശാന്തകുമാർ വള്ളാലത്തുണ്ട് മലപ്പുറത്ത് നിന്ന്. ശാന്തകുമാർ, എന്താണ് സംഭവം? സേതു, ഇന്നലെ രാത്രി 10 മണിയോടാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. ഈ അരീക്കോട് കിണറടപ്പൻ എന്ന സ്ഥലത്ത് ആണ് യുവാവ് കത്തിയുമായി നാട്ടുകാർക്കെതിരെ ഭീഷണിയും വെല്ലുവിളിയുമായും എല്ലാം രംഗത്ത് വന്ന് അക്രമത്തിലേക്ക് പോകുന്ന അറിഞ്ഞ് നാട്ടുകാർ ഉടനെ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. അരീക്കോട് പോലീസ് എത്തി ഈ യുവാവിനെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമ്പോഴാണ് അയാൾ കുതറിമാറി ഈ ജീപ്പിന് മുകളിൽ കയറുകയും ജീപ്പിന് മുകളിൽ കയറിയതിനു ശേഷം അതിന്റെ ചില്ല ചവിട്ടി തകർക്കുകയാണ് ഉണ്ടായത്. ഇതിനിടയിൽ ഒരു പോലീസുകാരനും പരിക്കുപറ്റി. ഈ പോലീസുകാരനും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അയാളുടെ തലയ്ക്കാണ് പരിക്ക് പറ്റിയിരിക്കുന്നത്. ഏറെ നേരത്തെ ശ്രമഫലമായിട്ടാണ് ഈ യുവാവിനെ പോലീസിന് കീഴടക്കാൻ കഴിഞ്ഞത്. ഇയാളെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ പോലീസിന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇയാൾ നേരത്തെയും ലഹരി ഉപയോഗിച്ചിരുന്ന ആൾ തന്നെയാണ്. തുടർന്ന് ഇയാളെ മറ്റ് മാനസിക പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കോഴിക്കോട് ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയും തേടിയിട്ടുണ്ട്. അതിനുശേഷം അയാൾ വീണ്ടും വീട്ടിലെത്തുകയും തുടർന്നും ഇത്തരം ലഹരി ഉപയോഗം പുനരാരംഭിക്കുകയും ചെയ്തു എന്നുള്ളത് തന്നെയാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഇയാൾ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. വിശദമായ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഇയാളെ തുടർ നടപടിയിലേക്ക് മാറ്റും എന്ന് തന്നെയാണ് പോലീസും പറയുന്നത്. ശരി ശാന്തകുമാർ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ ലഹരിക്ക് തടയിടാൻ നമ്മുടെ പോലീസും എക്സൈസ് വകുപ്പും ഡാൻസാഫും ഒക്കെ ഉണർന്നു പ്രവർത്തിക്കുകയാണ്. രാവിലെ എന്നോ രാത്രിയെന്നോ മഴയെന്നോ മഞ്ഞെന്നോ ഒന്നും ഭേദമില്ലാതെ വാഹന പരിശോധനകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ലഹരി സംഘങ്ങൾ അല്ലെങ്കിൽ ലഹരി വ്യാപനം അതിന് ഒരു പരിധിക്കപ്പുറം തടയിടാൻ കഴിയുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം വെളിവാകുന്ന തരത്തിലുള്ള സംഭവങ്ങൾ കൂടി നിത്യേന എന്നോണെ നമ്മുടെ നാട്ടിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിലത്തേതാണ് ഇപ്പോൾ മലപ്പുറത്തെ ഈ പോലീസ് ജീപ്പിന് നേരെ തന്നെയുള്ള പ്രതിയുടെ അതിക്രമം. ശാന്തകുമാർ വള്ളാലത്താണ് വിവരങ്ങൾ നൽകിയത്.